കല്യാണം കഴിഞ്ഞിട്ട് ഇത് ആദ്യമാണ് കേട്ടോ ആൻസും ബിന്ദിയും വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. സൽക്കാരത്തിന് അന്ന് അവർ വന്നതിന് ശേഷം അവർ രണ്ടാളും വിട്ടിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അവർ പോണത്. ബിന്ദി പോകുമ്പോൾ കയ്യിൽ 2 കവർ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ പോകുമ്പോഴാണ് എൻ്റെ കയ്യിൽ 2 കവർ ഉണ്ടാവുക. ഓളെപ്പോഴും കളിയാക്കാറാണ് 2 കിജ്ജും പിടിച്ചോള് വരുന്നുണ്ടെന്ന്. ഓളെ ഈ ഒരു പോക്കും കണ്ട് ഞാൻ നല്ലോണം കളിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾ ആൻസും പോയതിനു ശേഷം ഇമ്മിയും ഞാനും വാപ്പിയും അനിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീടൊന്നാകെ കാലിയായ മാതിരി. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഷാന് ഫുഡ് കഴിക്കാനായിട്ട് പണി സ്ഥലത്ത് നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ഓനക്ക് തലേന്നൊക്കെ ബിരിയാണി തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി. പിന്നെ വേറൊരു സംഭവം നമ്മൾ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഷാനൊരു ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. കല്യാണത്തിരക്കിൽ അത് വിട്ടുപോയി എന്നുള്ളതാണ് സത്യം. അതാണ് കേട്ടോ ഓൻ്റെ ബൈക്ക്. അങ്ങനെ ഓൻ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഓനും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നീണ്ട ഇരുത്തായിരുന്നു. ഇരുന്ന് പിരാന്ത് പിടിച്ചപ്പോൾ ഞാൻ അടുക്കളയിലൊക്കെ പോയി എടുത്ത് വാരി വലിച്ച് കഴിക്കൽ തുടങ്ങി. ബാബുണി ഉച്ചക്ക് പോയിട്ടുണ്ടായിരുന്നു. ഉമ്മ ഒറ്റക്ക ഓലോന്ന് വിചാരിച്ച് ഞാൻ പിറ്റേന്ന് പോവാന്ന് വിചാരിച്ചിട്ടാണ് പോവാഞ്ഞത്. പിന്നെ പൈനാപ്പിളൊക്കെ തിന്ന് പിന്നെ മൈരിബ് ആ നേരത്തെ ആയപ്പോഴത്തേനും ഞാൻ വെല്ലനെ പൂക്കോട്ടൂർക്ക് പോന്നിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് വാലന്റൈൻസ് ഡേ ആയിരുന്നു കേട്ടോ. ബാബുവിന് ഒരു സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പോക്ക്. എന്നോട് പിറ്റേന്ന് വന്നിട്ട് ഞാൻ കാറായിട്ട് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു കടയിൽ കയറി ഞാനൊരു ഡയറി മിൽക്കൊക്കെ വാങ്ങിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരിക്കൊക്കെ ആദ്യം ഒറ്റയ്ക്ക് ഞാൻ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വരലില്ല രാത്രി. അവിടെ എത്തി ബാബുവിന് ഇത് കൊടുത്തപ്പോഴാണെങ്കിൽ ചെങ്ങായിൻ്റെ മുഖത്ത് വലിയ എക്സ്പ്രഷൻ ഒന്നുമില്ല. ഞാനത് പ്രതീക്ഷിച്ചതുമാണ്. ഇമ്മ അറ്റൊന്ന് വികാരമൊന്നും ഇതിന് മുഖത്ത് വരില്ല.